നമസ്കാരം. ഭാരത് ലൈവിലേക്ക് സ്വാഗതം. വന്ദേ മാതരം. ചേട്ടാ, വന്ദേ മാതരം. വന്ദേ മാതരം. ആഗസ്റ്റ് 15 സ്വാതന്ത്ര്യ ദിനം. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ മഹർഷി അരവിന്ദ ഘോഷും വന്ദേ മാതരവും ആയിരുന്നു നമ്മുടെ വിഷയം. ആ മഹർഷി അരവിന്ദ ഘോഷ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് നൽകിയ സംഭാവനകൾ എന്തൊക്കെയാണെന്ന് പുതിയ തലമുറയ്ക്ക് വലിയ അറിവൊന്നും ഇല്ല. പഴയ തലമുറയ്ക്കും അതേക്കുറിച്ച് എത്ര കാര്യമായിട്ട് അറിയും എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. കാരണം അരവിന്ദ ഘോഷിൻ്റെ ആധ്യാത്മികതയെക്കുറിച്ചാണ് കൂടുതലും നമ്മുടെ കേരളത്തിൽ ഉൾപ്പെടെ ചർച്ച ചെയ്തിട്ടുള്ളത്. പക്ഷെ അങ്ങനെ അതിനുമൊക്കെ അപ്പുറത്ത് ഈ പറയുന്നത് പോലെ ഭാരതത്തിൻ്റെ ഭാവി നിർണ്ണയിക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ച ഒരാളാണ് അരവിന്ദ ഘോഷ്. നിശബ്ദമായി, അങ്ങനെ തന്നെ എടുത്തു പറയണം, ആ നിശബ്ദതയ്ക്കും ഒരു ശബ്ദമുണ്ട് എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തി തന്ന ആളാണ് മഹർഷി അരവിന്ദ ഘോഷ്. അദ്ദേഹത്തിൻ്റെ നമ്മുടെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലേക്കുള്ള സംഭാവനകൾ ആധ്യാത്മികമായും ഭൗതികമായും രണ്ട് തരത്തിലും, ലൗകികമായും ആത്മീയമായും അദ്ദേഹം നൽകിയ സംഭാവനകൾ എന്തൊക്കെയാണ്? ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ നമുക്ക് അതേക്കുറിച്ചൊന്ന് ചർച്ച ചെയ്താൽ നല്ലതായിരുന്നു. അരബിന്ദോ ഘോഷിൻ്റെ ജീവിതത്തെക്കുറിച്ച് ഒരു മഹാത്മാവ് പറഞ്ഞത്, പനിനീർ വിശറിയിൽ നിന്നും ഒരു പ്രചണ്ഡമാരുതൻ പിറവി കൊണ്ടതിൻ്റെ കഥ. പനിനീർ വിശറിയിൽ നിന്നും ഒരു പ്രചണ്ഡമാരുതൻ പിറവി കൊണ്ടതിൻ്റെ കഥ. ആ കഥ നമുക്ക് ചർച്ച ചെയ്യാം. 1872 ഓഗസ്റ്റ് 15 അരബിന്ദോ ഘോഷ് ജനിച്ചത്. മാതാപിതാക്കൾക്ക്, പ്രത്യേകിച്ചും പിതാവിന്, ഇവരെയൊക്കെ ഈ കൊളോണിയൽ വിദ്യാഭ്യാസത്തിൻ്റെ രീതിയിൽ വളർത്തി അവരെ യൂറോപ്പുകാരായിട്ട് തന്നെ വളർത്തുക. അതായത് രക്തത്തിൽ ഇന്ത്യക്കാരാണെങ്കിലും ജീവിതത്തിൽ മുഴുവനും യൂറോപ്യൻ. അങ്ങനെ 7ാമത്തെ വയസ്സിൽ അദ്ദേഹത്തെയും സഹോദരങ്ങളെയും ഇംഗ്ലണ്ടിലേക്ക് കൊണ്ടുപോയി. അവിടെ യൂറോപ്യൻ രീതിയിലൊക്കെ പഠിപ്പിച്ചു. അങ്ങനെ ഇരിക്കുമ്പോൾ അന്നത്തെ ഏത് കൊളോണിയൽ ഇന്ത്യക്കാരൻ്റെയും ഒരു സ്വപ്നം ICS. അങ്ങനെ 200 പേരെ സെലക്ട് ചെയ്യും. ICS എക്സാമിനേഷനിൽ എഴുതിയും അത് കഴിഞ്ഞ് ഇൻ്റർവ്യൂ കഴിഞ്ഞപ്പോൾ 24ാമത്തെ റാങ്കുകാരനായി അരബിന്ദോ ഘോഷ് പട്ടികയിൽ ഇടം തേടി. പിന്നെ ഈ കോഴ്സിൽ ICS കോഴ്സിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് അദ്ദേഹത്തിന് കുറേ മാറ്റങ്ങൾ ഉണ്ടാവുന്നത്. അപ്പോൾ സ്വാമി വിവേകാനന്ദൻ്റെ ലിറ്ററേച്ചർ തന്നെ, കാരണം ഭാരതത്തിൽ ജനിച്ച് അവിടുത്തെ എല്ലാ വിഭവങ്ങളും ഉപയോഗിച്ച് പിന്നീട് വിദേശത്ത് പോയി ജോലി ചെയ്യുന്നവനെ ഞാൻ ഒരു രാജ്യദ്രോഹി എന്ന് കണക്കാക്കും എന്ന വിവേകാനന്ദ വചനമൊക്കെ അതിൽ കൂടെയൊക്കെ അദ്ദേഹം കടന്നുപോയപ്പോൾ ചിന്തിച്ചു. അങ്ങനെ ICS എല്ലാം പാസ്സായെങ്കിലും കുതിരസവാരിയിൽ പങ്കെടുക്കാൻ മാത്രം ബാക്കിയുണ്ട്. അതിൽ സ്വയം പരാജയപ്പെടുകയില്ല, സ്വയം പരാജയപ്പെട്ട് അങ്ങനെ ഇരിക്കുമ്പോൾ 1893 ഭാരതത്തിലേക്ക് മടങ്ങി അദ്ദേഹം. ഈ 1893 മറ്റൊരു സവിശേഷതയുണ്ട്. അരബിന്ദോ ഘോഷ് ഇംഗ്ലണ്ടിൽ നിന്നും ഇന്ത്യയിലേക്ക് മടങ്ങുമ്പോൾ സ്വാമി വിവേകാനന്ദൻ ഇന്ത്യയിൽ നിന്നും അമേരിക്കയിലേക്ക് പോകുന്ന കാലമാണ്. അതായത് ഭാരത ചരിത്രത്തിൻ്റെ ഒരു നിർണായക വർഷമാണ് 1893. അദ്ദേഹം അരബിന്ദോ ഘോഷ് ബംഗാളിലേക്ക് എത്തിയെങ്കിലും കുറച്ച് ദിവസം അവിടെ താമസിച്ച നേരെ ബറോഡയിലേക്കാണ് പോകുന്നത്. ഗുജറാത്ത് ബറോഡയിൽ പോയി അവിടുത്തെ ബറോഡ മഹാരാജാവിൻ്റെ PA ആകുന്നു. പിന്നീട് അവിടുത്തെ സിയാജു റാവ് ഗേക്വാദ് സ്മാരക സർവകലാശാലയിലെ അധ്യാപകനാവുന്നു. ആ കാലഘട്ടത്തിൽ അരബിന്ദോ ഘോഷിൻ്റെ വിദ്യാർത്ഥിയായിരുന്നു KM മുൻഷി, കുലപതി KM മുൻഷി, ഭാരതീയ വിദ്യാഭവൻ്റെ സ്ഥാപകൻ. അദ്ദേഹം തൻ്റെ അധ്യാപകനെക്കുറിച്ച്, ആ അധ്യാപകൻ്റെ ഔന്നത്യത്തെക്കുറിച്ച് KM മുൻഷി തൻ്റെ ആത്മകഥയിൽ എഴുതുന്നുണ്ട്. അരബിന്ദോ ഘോഷ് എന്ന അധ്യാപകൻ ഞങ്ങളുടെ കലാലയത്തിൽ വരുമ്പോൾ ഒരു വിജ്ഞാന ഗംഗാപ്രവാഹം കടന്നു വന്നതിൻ്റെ പ്രതീതിയായിരുന്നു. ഇതായിരുന്നു അരബിന്ദൻ എന്ന
അധ്യാപകൻ. പിന്നീട് അക്കാലത്ത് തന്നെ അദ്ദേഹം ഒരു പത്രാധിപരാകുന്നുണ്ട്, ഉന്നത ശീർഷനായ പത്രാധിപരാകുന്നുണ്ട്. ആ സന്ദർഭത്തിലാണ് വിവേകാനന്ദ ശിഷ്യയായ നിവേദിത ബറോഡയിലെത്തി അരവിന്ദനെ കാണുന്നത്. അപ്പം നിവേദിത ചോദിക്കുന്നുണ്ട്, എന്നെ മനസ്സിലായോ, ഞാൻ സ്വാമി വിവേകാനന്ദൻ്റെ ശിഷ്യ. അപ്പോൾ അരവിന്ദൻ പറയുന്നത്, അല്ല, നിങ്ങൾ കാളി ദ മദർ എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവല്ലേ എന്നാണ് സിസ്റ്റർ നിവേദിതയോട് ചോദിക്കുന്നത്. അപ്പോൾ സിസ്റ്റർ നിവേദിതയാണ് പറയുന്നത്, അരവിന്ദൻ്റെ പുനരാഗമനം വംഗദേശം കാത്തിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഇദ്ദേഹം പറയുന്നുണ്ട്, സമയമായിട്ടില്ല, ഞാനിപ്പോൾ ഒരു കാര്യം ചെയ്യാം, എൻ്റെ അനുജനെ ബംഗാളിലേക്ക് പറഞ്ഞയക്കാം, ബിരേന്ദ്ര ഘോഷ്. ആ ബിരേന്ദ്ര ഘോഷാണ് ആദ്യകാല വിപ്ലവകാരിൽ, ബംഗാളിലെ വിപ്ലവകാരിൽ ഒരാൾ. ആദ്യം അനുശീലൻ സമിതി രൂപീകരിക്കുന്നു. പിന്നീട് സതീഷ് ചന്ദ്ര മുഖർജിയുടെ ദ ഡോൺ എന്ന് പറയുന്ന ഒരു രഹസ്യ സംഘടന രൂപീകരിക്കുന്നു. അതിലെ പ്രധാനപ്പെട്ട ആൾക്കാർ ഒന്ന് ബിരേന്ദ്ര ഘോഷ്, പിന്നെ സുരേന്ദ്രനാഥ് ടാഗോർ, പിന്നെ ജറോസംഗോ കുടുംബം, അതായത് ടാഗോർ കുടുംബത്തിൽപ്പെട്ട സരോജ ഘോഷാൽ. അത് കഴിഞ്ഞിട്ടാണ് അരവിന്ദൻ്റെ ആഗമനം ബംഗാളിലേക്ക്. അപ്പോഴേക്കും ഈ മിതവാദികളുടെ, കോൺഗ്രസ്സിലെ മിതവാദികൾ പരാതി, പ്രമേയം, പ്രാർത്ഥന, ഈ പോളിസി കൊണ്ട് നടന്നിരുന്ന ഇത് പോരാ. കാരണം സ്വാതന്ത്ര്യം നേടുന്നത് പ്രാർത്ഥന, പരാതി, പ്രമേയത്തിൽ കൂടെയല്ല, തീയിലും ചോരയിലും കൂടിയാണ് സ്വാതന്ത്ര്യം നേടേണ്ടത്. അത് സിസ്റ്റർ നിവേദിത അയർലൻഡിലെ ഉദാഹരണങ്ങൾ കാട്ടുന്നു. അരബിന്ദോ ഘോഷ് ഫ്രാൻസിലെയും അയർലൻഡിലെയും ഉദാഹരണങ്ങൾ കാട്ടിക്കൊണ്ടാണ് പറയുന്നത്. അപ്പോൾ ഫ്രഞ്ച് റവല്യൂഷൻ പറയുന്നുണ്ടല്ലോ, വില്യം ബേഡ്സ്വർത്തൊക്കെ പറയുന്നുണ്ട്, നിയർ ടു ഹെവൻ ടു ബി എ യങ് മാൻ, സ്വർഗത്തിനടുത്ത് യവന കാലഘട്ടത്തിൽ, അതും ഫ്രഞ്ച് റവല്യൂഷൻ്റെ കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുക. ഫ്രാൻസിലെ ഫ്രഞ്ച് റവല്യൂഷനെ കുറിച്ച് നോക്കുക, സ്വാതന്ത്ര്യം, സമത്വം, സോഷ്യലിസം. അതേപോലെ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ഇനിയൊരു തലമുറ ഓർക്കുമ്പോൾ അത് ഈ പ്രാർത്ഥനാ പ്രമേയം ആയിട്ടല്ല ഇരിക്കേണ്ടത്, അത് തീയിലും ചോരയിലും കൂടി ആണ് നേടേണ്ടത്. അങ്ങനെയാണ് ബിപിൻ ചന്ദ്ര പാൽ, BP പാൽ, ലാൽ പാൽ. ബിപിൻ ചന്ദ്രപാൽ ആര്യ സമാജക്കാരനായിരുന്നു. അപ്പോൾ ബ്രഹ്മസമാജം വന്നു, രാമകൃഷ്ണ മിഷൻ വന്നു. അതിൻ്റെയൊക്കെ ഫലമായിട്ട് ബംഗാളിലും ആര്യ സമാജത്തിൻ്റെ ഭാഗത്ത്, ഉത്തരേന്ത്യയിൽ ഗുജറാത്ത്, രാജസ്ഥാൻ, ശ്യാംജി കൃഷ്ണവർമ്മ. ആ ശ്യാംജി കൃഷ്ണവർമ്മയാണ് വീർ വിനായക് ദാമോദർ സവർക്കാറിനെ ലണ്ടനിലേക്ക് കൊണ്ടുപോകുന്നത്. ഇന്ത്യ ഹൗസ് സ്ഥാപിച്ചതും അദ്ദേഹമാണ്. അപ്പോൾ ഉത്തരേന്ത്യയിൽ ആര്യസമാജത്തിൻ്റെ നേതൃത്വത്തിൽ വിപ്ലവ പ്രസ്ഥാനങ്ങൾ വരുമ്പോൾ ബംഗാളിൽ വിപ്ലവ പ്രസ്ഥാനം ബിരേന്ദ്ര ഘോഷ്, അരബിന്ദോ ഘോഷ്, ഭൂപേന്ദ്രനാഥ ദത്തൻ, സ്വാമി വിവേകാനന്ദൻ്റെ അനുജൻ. അപ്പോൾ ഒരു 5 അംഗ സമിതി രൂപീകരിച്ചപ്പോൾ അരബിന്ദോ ഘോഷും നിവേദിതയുമായിരുന്നു അതിലെ 2 അംഗങ്ങൾ വിപ്ലവകാരികളുടെ ഇതിൽ. അപ്പോൾ വിപ്ലവകാരിയായ അരബിന്ദൻ, ആ അരബിന്ദോ ഘോഷിനെ കുറിച്ചിട്ടാണ് നിവേദിത പറയുന്നത്, ഭാരത സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ആദ്യകാല സേനാപതി, ഭാരതാംബയുടെ അനന്യ പൂജാരി. എത്ര മഹത്തായ വാക്കുകൾ. അങ്ങനെ 1902 ജൂലൈ 4 സ്വാമി വിവേകാനന്ദൻ സമാധിയാകുന്നു. ആ സമാധിക്ക് ശേഷമാണ് ഈ സിസ്റ്റർ നിവേദിതയിലൂടെ സ്വാമി വിവേകാനന്ദൻ്റെ ദേശീയമായ സങ്കല്പങ്ങൾ ഭാരതം മുഴുവനും പ്രചരിക്കും. അതുവരെ സ്വാമി വിവേകാനന്ദൻ രാമകൃഷ്ണ പരമഹംസരുടെ ഒരു ശിഷ്യൻ. ആ വ്യക്തിത്വത്തിൻ്റെ ഒരു മഹത്വം അത് അനാവരണം ചെയ്യപ്പെട്ടത് അതിനുശേഷം. അദ്ദേഹത്തിൻ്റെ അനുജൻ എഴുതിയ പുസ്തകമാണ് സ്വാമി വിവേകാനന്ദ ദ പാട്രിയോട്ടിക് പ്രൊഫറ്റ് ഓഫ് ഇന്ത്യ.
ഭാരതത്തിൻ്റെ സ്വരാജ്യ സ്നേഹിയായ സന്യാസി, ദേശീയതയുടെ പ്രവാചകൻ. അങ്ങനെയുള്ള സ്വാമി വിവേകാനന്ദരിൽ നിന്നും ഊർജദായകമായ സന്ദേശം കൈവരിച്ചുകൊണ്ട് സിസ്റ്റർ നിവേദിത, അരബിന്ദോ ഘോഷ്, അങ്ങനെയുള്ള ആൾക്കാരുടെ നേതൃത്വത്തിൽ ആ സമയത്താണ് ബംഗാൾ വിഭജനം പൊട്ടിപ്പുറപ്പെടുന്നത് 1905. അതിന് നേതൃത്വം കൊടുത്ത CR ദാസ്, ദേശബന്ധു ചിത്തരഞ്ജൻ ദാസ്. ആ ചിത്തരഞ്ജൻ ദാസാണ് ബംഗാൾ വിഭജനത്തിൽ ഉയർന്ന ഒരു പ്രധാനപ്പെട്ട മുദ്രാവാക്യം ദേശബന്ധു സറണ്ടർ നോട്ട്. അതായത് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നേടിയ ആൾക്കാർ വിളിച്ച മുദ്രാവാക്യമാണ് ദേശബന്ധു സറണ്ടർ നോട്ട്. ദേശബന്ധു കീഴടങ്ങരുത്, കീഴടങ്ങിയാൽ ബംഗാൾ വിഭജനം തകരും. അപ്പോൾ 1905 ജൂലൈ 20 എന്തുവാണ് ബംഗാൾ വിഭജനം പ്രഖ്യാപിച്ചത്. അന്നത്തെ ദിവസം വന്ദേ മാതര ഗാനം പാടി ഗംഗാജലം തൊട്ടാണ് ബംഗാളിലെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും അടങ്കം ആബാലവൃദ്ധജനം ഈ വിഭജനത്തിനെതിരെ എതിർത്തത്. അതങ്ങ് മുറിച്ചോ ഒന്നുമല്ല, പൂർണ്ണമായിട്ട് വന്ദേ മാതര ഗാനം ചൊല്ലി. കാരണം CR ദാസ് ആരംഭിച്ച വന്ദേ മാതരം മാസികയുടെ പത്രാധിപർ അരബിന്ദോ ഘോഷായിരുന്നു. അപ്പം അതിൻ്റെ സ്വാധീനം, അതിൻ്റെ എന്ന് വെച്ചാൽ വന്ദേ മാതരം എന്ന ആ മന്ത്രത്തിൻ്റെ സ്വാധീനം, മന്ത്ര ഓഫ് ദ റിയൽ, യാഥാർത്ഥ്യം, ഈ സങ്കല്പം. ഞാൻ നേരത്തെ കഴിഞ്ഞ ഇതിൽ പറഞ്ഞല്ലോ, അനഘ സങ്കല്പഗായികേ, ഭാസ്കര മാസ്റ്റർ ഗാനമാണ്. നാടോടി ഗാനങ്ങളൊക്കെ എഴുതിയ ആള് സംസ്കൃതത്തിൽ അനഘ സങ്കല്പഗായികേ. എന്താണ് ആ ഗാനം? വന്ദേ മാതരമാണ്. ബങ്കിം ചന്ദ്ര ചാറ്റർജി ആനന്ദമഠം നോവലിൽ എഴുതിയ ഭവാനന്ദൻ എന്ന് പറയുന്ന ഒരു സന്യാസി, അങ്ങോട്ട് നേതൃത്വത്തിലാണ് ഈ സന്യാസി വിപ്ലവം നടത്തുമ്പോൾ അദ്ദേഹം പാടിയ ഗാനമാണ് സുജലേ സുഫലേ എന്ന് പറയുന്ന പ്രകൃതി രമണീയവും പ്രശാന്ത സുന്ദരവുമായ ഈ നാട് അടിമത്വത്തിലാണ്ടല്ലോ. ഈ ഭാരതാംബയുടെ അടിമച്ചങ്ങല പൊട്ടിച്ചെറിയാൻ വീരാത്മാക്കളെ ആവശ്യമുണ്ട്. 1897 ഏകദേശം ഓഗസ്റ്റ് മാസത്തിലാണ് സ്വാമി വിവേകാനന്ദൻ പറയുന്നത്, അടുത്ത 50 വർഷം ഭാരതമാതാവാകട്ടെ നിങ്ങളുടെ ആദർശ ദേവത, അതിനു വേണ്ടി നിങ്ങൾ ജീവിക്കൂ. കൃത്യം 50 വർഷം കഴിഞ്ഞപ്പോൾ സ്വാതന്ത്ര്യം കിട്ടി. അപ്പോൾ ആ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പ്രവർത്തിച്ചവർ, യഥാർത്ഥത്തിൽ പ്രവർത്തിച്ചവർ തിരസ്കരിക്കപ്പെട്ടു. തിരസ്കരിക്കാൻ പറ്റാത്തവരെ തമസ്കരിച്ചു. അത് ഈ ബംഗാളിലെ ജനതയ്ക്ക് അവരുടെ ഓരോ തലമുറ കഴിയുമ്പോഴും അവരുടെ ഉള്ളിലുണ്ട്. സുഭാഷ് ചന്ദ്രബോസിൻ്റെ കാര്യം എന്താ? അദ്ദേഹം തിരസ്കരിക്കപ്പെടുകയും തമസ്കരിക്കപ്പെടുകയും ചെയ്തില്ലേ? അദ്ദേഹം പറയുന്നത് എന്താണ്? ഞങ്ങൾ ബംഗാളികൾ, വിശിഷ്യ ബംഗാളിലെ യുവജനത ദേശീയമായ ചിന്താധാരയിലേക്ക് വന്നത് നിവേദിതയുടെയും അരബിന്ദൻ്റെയും പ്രസംഗങ്ങൾ കേട്ടുകൊണ്ടാണ്. നിവേദിതയുടെ പ്രസംഗങ്ങളിലൂടെയാണ് ഞങ്ങൾ വിവേകാനന്ദ സാഹിത്യത്തിൽ എത്തിച്ചേർന്നത്. വിവേകാനന്ദ സാഹിത്യത്തിൽ നിന്നും ഭാരതത്തിൻ്റെ പൂർവകാല മഹാത്മ്യത്തിലേക്ക് ഞങ്ങളുടെ ചിന്താധാരകൾ മുഴുവനും പോയി. എന്തുകൊണ്ട് അങ്ങനെയൊരു രാഷ്ട്രം അടിമത്വത്തിലാണ്ടു? അതാണ് അരബിന്ദൻ്റെ ഒരു പുസ്തകമാണ് റീബർത്ത്, പുനർജന്മം. അവിടെയാണ് പിന്നീട് ടാഗോറൊക്കെ പറയുന്നത് വംഗദേശത്തിൻ്റെ പതനാഭ്യുദയങ്ങളിൽ വന്ന പ്രാർത്ഥനാഗീതം വന്ദേ മാതരത്തെക്കുറിച്ച് എങ്ങനെ പതിച്ചു, അതിൽ നിന്നുള്ള അഭ്യുദയം, അതിൽ നിന്നുള്ള ഒരു ഉയർത്തെഴുന്നേൽപ്പ്, അതിന് ഈ മന്ത്രം, ഈ വന്ദേ മാതരം. അപ്പോൾ ഈ വന്ദേ മാതരത്തിൻ്റെ കുറിച്ചിട്ട് ചർച്ചകൾ നടക്കുമ്പോൾ അരബിന്ദോ ഘോഷിനെ കുറിച്ച് നമുക്ക് പറയാതെ പോകാൻ കഴിയില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ബ്രിട്ടീഷ് ഭരണാധികാരികൾക്കെല്ലാം മനസ്സിലായി ഏറ്റവും അപകടകാരിയായ സ്വാതന്ത്ര്യ സമര പോരാളികളിൽ ഒരാളാണ് അരവിന്ദ ഘോഷ്. അതുകൊണ്ട് ആലിപ്പൂർ ബോംബ് സ്ഫോടന കേസിൽ അദ്ദേഹം അജ്ഞാതനായിരുന്നുവെങ്കിൽ അതിനെക്കുറിച്ച് അദ്ദേഹത്തെ പ്രതിയാക്കി ആലിപ്പൂർ ജയിലിലിട്ടു.
ആലിപ്പൂർ ജയിലിൽ വെച്ചിട്ടാണ് അദ്ദേഹത്തിന് അതിൻ്റെ കവാടങ്ങൾ, ജയിലിൻ്റെ കവാടങ്ങൾ കടന്നപ്പോൾ തന്നെ അദ്ദേഹത്തിന് ഒരു മാറ്റം സംഭവിച്ചു. ഒരു രാത്രിയിൽ, അതായത് ഒരു ശരത്കാല പൗർണമി രാത്രിയിലാണെന്ന് പറയപ്പെടുന്നു, അദ്ദേഹത്തിനൊരു വിഷൻ ഉണ്ടായി. വാസുദേവ സർവമിതി, അതായത് തുറങ്കിൽ കിടക്കുമ്പോൾ അഴികൾ അവിടെ വെച്ചിരിക്കുന്ന എല്ലാം ഈശ്വര ചൈതന്യം നിറഞ്ഞതായിട്ടുള്ള ഒരു വിഷൻ ഉണ്ടായി. അത് കഴിഞ്ഞിട്ട് പിന്നീട് സ്വാമി വിവേകാനന്ദൻ അദ്ദേഹത്തിൻ്റെ മുന്നിൽ വന്നുകൊണ്ട് പ്രസംഗിച്ചു എന്നാണ്, പറഞ്ഞു എന്നാണ് പറയുന്നത്. ഇന്ത്യ വിൽ സ്പീക്ക് ത്രൂ യു, ഇന്ത്യ വിൽ സ്പീക്ക് ടു ദ ഹോൾ വേൾഡ് ത്രൂ യു. ഇന്ത്യ സംസാരിക്കും, ഇന്ത്യ ലോകത്തോട് സംസാരിക്കും നിങ്ങളിലൂടെ. അത് കഴിഞ്ഞിട്ട് ഞാൻ നേരത്തെ നടത്തിയ ഇൻ്റർവ്യൂവിൽ പറഞ്ഞു, ദേശബന്ധു ചിത്തരഞ്ജൻ ദാസിനെ പോലുള്ളവർ ബ്രിട്ടീഷ് കോടതിയിൽ വരുന്നു, അരബിന്ദോ ഘോഷിനോ വേണ്ടി വാദിക്കുന്നു, പറയുന്നു ഈ നിൽക്കുന്നത് വെറുമൊരു ഇന്ത്യക്കാരനല്ല, ലോകം മുഴുവനും ഒരു ദിവസം ഈ വിധി പ്രഖ്യാപിച്ചാൽ നിങ്ങളെ ശ്രദ്ധിക്കും. കാരണം ഇത് ചരിത്രത്തിൻ്റെ, ലോക ചരിത്രത്തിൻ്റെ മുന്നിലാണ് അരബിന്ദൻ എന്ന ഈ വിപ്ലവകാരി നിൽക്കുന്നത്. അപ്പോൾ ഈ ബ്രിട്ടീഷ് ജഡ്ജ് അരബിന്ദൻ്റെ കൂടെ പഠിച്ചിരുന്ന ആളുമായിരുന്നു. അത് ശരി. അത് പിന്നീട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങളുണ്ടായി. അങ്ങനെ അരബിന്ദൻ ആ ആലിപ്പൂർ ബോംബ് കേസിൽ നിന്ന് വിട്ടയക്കപ്പെടുന്നു. കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ അദ്ദേഹം ഒരു സുപ്രഭാതത്തിൽ ബംഗാളിൽ നിന്നും പുതുച്ചേരിയിലേക്ക് പോകുന്നു. പോണ്ടിച്ചേരിയിലേക്ക്. പിന്നീട് ഒരു വേറെ കവിയും വിപ്ലവകാരിയുമായ അരബിന്ദൻ, യോഗിയായ അരബിന്ദ മഹർഷി 1936 ഉത്തരപ്പാറയിൽ വെച്ചൊരു പ്രസംഗം അദ്ദേഹം ചെയ്യുന്നുണ്ട്. പിന്നീട് മൗനത്തിലേക്കാണ്, ദീർഘമൗനത്തിലേക്കാണ് പോയത്. അപ്പോൾ ഉത്തരപ്പാറ പ്രസംഗം വളരെ പ്രശസ്തമാണ്. ആ ഉത്തരപ്പാറ പ്രസംഗത്തിൽ പറയുന്നതാണ്, ഭാരതത്തിന് ഒരു ദൗത്യമുണ്ട്, അത് ലോകത്തിനുള്ള ദൗത്യമാണ്. എന്താണ് അത്? ആത്മീയതയുടെ വിശ്വഗുരുവായി തീരണം. അതുകൊണ്ടാണ് മറ്റ് പല നാടുകളിലുമുണ്ടായ ദേശീയ പ്രക്ഷോഭങ്ങളും ഭാരതത്തിൻ്റെ ദേശീയ സ്വാതന്ത്ര്യ സമരവും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, ഇപ്പം അയർലൻഡിലൊക്കെ നിവേദിത വന്ന അയർലൻഡിൽ അവിടെ വിപ്ലവം നടന്നു. അതെങ്ങനെയാണ്? എ ടെറിബിൾ ബ്യൂട്ടി ഈസ് ബോൺ. സൗന്ദര്യം, ഭയാനകമായ സൗന്ദര്യത്തിൽ നിന്നും സ്വാതന്ത്ര്യം വന്നു. ഇവിടെ ഭാരതത്തിൻ്റെ ഒരു സ്വാതന്ത്ര്യത്തിലേക്ക് നയിച്ച കുതിപ്പിൽ ആത്മീയതയുടെ പങ്കെത്ര. ഇവിടെയാണ് അരബിന്ദ ദർശനത്തിൻ്റെ പ്രസക്തി വരുന്നത്. ഇപ്പോൾ ഭാരത സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം 1947 15 ശേഷം എന്തുണ്ടായി? സെക്കുലറിസം ഈസ് ദ സോൾ ഓഫ് ഇന്ത്യ. പക്ഷേ അരബിന്ദനെ പോലെ, സ്വാമി വിവേകാനന്ദനെ പോലെ, എന്തിനും ബാലഗംഗാധര തിലകനെ പോലെയുള്ളവർ പറയുന്നത് സ്പിരിച്വലിസം ഈസ് ദ സോൾ ഓഫ് ഇന്ത്യ. ഇവിടെയാണ് ഇന്ത്യയുടെ ആത്മാവ്. 80-ാം വർഷം കഴിയുമ്പോൾ, സ്വാതന്ത്ര്യത്തിൻ്റെ 80-ാം വർഷം കഴിയുമ്പോൾ, മതേതരത്വമാണോ ആത്മീയതയാണോ ഭാരതത്തിൻ്റെ ആത്മാവ്? സെക്കുലറിസമാണോ സ്പിരിച്വലിസമാണോ? ഇതൊരു ചർച്ച ചെയ്യപ്പെടേണ്ട. എവിടെ നിന്നാണ് ഭാരതമായി തീരേണ്ട കരുത്ത് വന്നത്? അത് സെക്കുലറിസത്തിൽ നിന്നല്ല, മറിച്ച് സ്പിരിച്വാലിറ്റിയിൽ നിന്നാണ് എന്ന് ഇവരെ പറയുന്ന മതേതരത്തെക്കാൾ വലിയ വേദങ്ങളിൽ അടങ്ങിയിരിക്കുന്ന ഒരു സഹിഷ്ണുത, അതെ, സാർവലൗകികത, സാർവജനീയത, അത് മനുഷ്യരിൽ മാത്രമല്ല സർവചരാചരങ്ങളിലും കുടികൊള്ളുന്ന ഈശ്വരീയത. അതായത് ഭാരതത്തിൻ്റെ മാതൃഭാവം. അതാണ് സ്വാമി വിവേകാനന്ദനിലൂടെ, അരബിന്ദ ഘോഷിലൂടെ ലോകം മുഴുവനും ശ്രദ്ധിച്ചത്. അതുകൊണ്ടാണല്ലോ ലോകരാഷ്ട്രങ്ങളിൽ നിന്നും ആൾക്കാർ ഇവിടെ വരുന്നത്. എന്തിനാണ്?
ഓറോവില്ല. പുതുച്ചേരിയിൽ പിന്നെ മദർ എന്നാ പറയുന്ന അരവിന്ദന്റെ ശിക്ഷ, അവര് പാരീസുകാരിയായിരുന്നു അമ്മ. അവര് മീര, മദർ മീര എന്നാണ് പേരിലാണ് പിന്നീട് അറിയപ്പെടുന്നത്. അപ്പൊ അവരുടെ നേതൃത്വത്തിലാണ് അവിടെ ഈ ഒരു യൂണിവേഴ്സൽ ടെമ്പിൾ, അതായത് ലോകത്തിന്റെ പല ഭാഗത്തു നിന്നും പുതുച്ചേരിയിലേക്ക് ആൾക്കാർ ഒഴുകിയെത്തി. അത് അരവിന്ദനെ കാണാൻ, അരവിന്ദനെ അറിയാൻ, അതിലൂടെ ഇന്ത്യൻ ആത്മീയത ഉൾക്കൊള്ളാൻ, ആ ദർശനം, അതിരുകളെ ലംഘിച്ചുകൊണ്ടുള്ള ഒരു മാനവീയത, യൂണിവേഴ്സൽ ഹ്യൂമനിസം, ഇന്റഗ്രൽ ഹ്യൂമനിസം അരവിന്ദന്റെ ഒരു ദർശനമാണ്. ഏകാത്മ മാനവ ഭാവം, അതിൽ നിന്നാണ് ദീൻദയാൽ ഉപാധ്യായ. തീർച്ചയായും. അപ്പൊ ഈ ഭാരതത്തിലെ പോളിറ്റിക്സിനടക്കം സെക്കുലറിസത്തിനേക്കാൾ കൂടുതൽ സ്പിരിച്വാലിറ്റിയോടാണ് ആഭിമുഖ്യമുള്ളത്. യഥാർത്ഥ ഇത് അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇവിടെ പലരും എന്താ കഥാവശേഷന്മാരാവില്ല, അതായത് നാമാവശേഷമാവില്ല. അത് കെ ദാമോദരനും സി ഉണ്ണിരാജയും അച്യുതമേനോനും അങ്ങനെയുള്ള പലരും പറഞ്ഞിട്ടുള്ളതാണ്. നമുക്കിവിടെ നിലനിൽക്കണമെങ്കിൽ നമ്മുടെ രാഷ്ട്രീയത്തിന് അതിന് മാനവീയതയോടും അതിനേക്കാൾ തീവ്രമായ അഗാധമായ ഇന്ത്യൻ ആത്മീയതയോടും ഒരു ബന്ധം വേണം. അതുകൊണ്ടാണല്ലോ യോഗയായാലും തന്ത്രയായാലും രാജയോഗം എന്തിൻ്റെ പേരിലായാലും ഇന്ത്യയിലേക്കുള്ള ഈ ഒഴുക്ക്, ഇന്ത്യക്കാര് സമ്പത്ത് തേടി ഇന്ത്യക്ക് പുറത്തു പോകുമ്പോൾ ആത്മീയ സമ്പത്ത് തേടി മറ്റുള്ളവർ വിദേശികൾ ഭാരതത്തിലേക്ക്. അത് അരവിന്ദൻ എന്ന ക്രാന്തദർശിയായ യോഗി പറഞ്ഞിട്ടുള്ളതാണ്. ഭാരതം ആത്മീയതയുടെ അക്ഷയഖനിയാണ്, ആ ഭാരതത്തെ തേടി വരേണ്ടി വരും. അപ്പം അരവിന്ദനെക്കുറിച്ച് പറയുമ്പോൾ കവി പാടിയ പോലെ അനേക ലക്ഷം ജന്മം കൊണ്ട് ചെയ്ത തപസ്സുകൊണ്ട് എന്തുണ്ടായി? ഒരു മാധവീലത, ഭൂമിയിലൊരു മാധവീലത വന്നു. അപ്പം അത് പാടിയിരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, അനേക ലക്ഷ ജന്മങ്ങൾ ആചരിച്ച തപസ്യയാൽ പൂവിരിഞ്ഞു നിൽക്കുന്നു ഭൂവിലി മാധവീലത. അരബിന്ദം താമരയാണല്ലോ, സഹസ്രദള മുഖനായി വിടർന്നു വന്ന അരബിന്ദൻ. അത് ഭാരതത്തിൻ്റെ ആത്മീയ ചിഹ്നമാണ് താമര. അതൊരു പൊളിറ്റിക്കൽ സിമ്പൽ അല്ല, അത് അരബിന്ദൻ്റെ ദർശനത്തിൽ നിന്നും വന്നതാണ്. ഇത് മാധവീലത, ഭൂമിയിൽ നിൽക്കുന്ന എന്തുകൊണ്ട് തപോസ്വാധ്യായ നിരതനായ, അതായത് വിശ്വസാഹിത്യത്തിൻ്റെ മറുകര കണ്ട മഹാജ്ഞാനിയായ അരബിന്ദ മഹർഷി. ആ അരബിന്ദ മഹർഷിയുടെ ജന്മദിനമാണ് ഓഗസ്റ്റ് 15. അപ്പോൾ സ്വാമി വിവേകാനന്ദൻ വന്ന ആലിപ്പൂർ ജയിലിൽ വെച്ചിട്ട് പറഞ്ഞു, ഇന്ത്യ വിൽ സ്പീക്ക് ടു ദ ഹോൾ വേൾഡ് ത്രൂ യു. ഭാരതം അരബിന്ദനിലൂടെ ലോകത്തോട് സംവദിക്കും. ആ കാലഘട്ടം ആവിർഭവിച്ചിരിക്കുകയാണ്, ഒരു പുനർജന്മം. തീർച്ചയായിട്ടും. നമസ്കാരം. അരവിന്ദനെക്കുറിച്ച് ഇനിയും കൂടുതൽ അറിയേണ്ടതുണ്ട്. നമുക്ക് വരും നാളുകളിൽ അതിന് ശ്രമിക്കാം. ഭാരതത്തിൻ്റെ ഈ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ഈ ആധുനിക കാലത്ത് അങ്ങ് നേരത്തെ പറഞ്ഞതുപോലെ തിരസ്കരിക്കപ്പെടുകയോ തമസ്കരിക്കപ്പെടുകയോ ചെയ്യുന്ന കൂട്ടരിലേക്ക് അരവിന്ദനെയും തള്ളിവിടാനൊരു ശ്രമം നടക്കുന്നുണ്ട്. അതിനെതിരെയുള്ള ഒരു പോരാട്ടം കൂടി ആകട്ടെ അങ്ങയുടെ ഈ വാക്കുകൾ. നന്ദി, നമസ്കാരം. വന്ദേ മാതരം. വന്ദേ മാതരം.